നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 764 764. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമാം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 763. ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 33-ാമത്തെ സർഗം ഹംസഗീതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസമായി. അപ്പോൾ അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് 57-ാമത്തെ ശ്ലോകമായിരുന്നു. അതെന്തായിരുന്നു? ആഹാരാദിയിൽ അല്പാൽപ്പം വ്യാപരിക്കുന്നതായാലും അറിഞ്ഞുപേക്ഷിക്കുകയാൽ മയങ്ങില്ല അതിലൽപ്പവും. ഈശ്വരാധീനം ഉണ്ടാവാൻ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യണം. അതിൽ പ്രധാനമായിട്ടുള്ളത് ഇന്ദ്രിയ നിഗ്രഹം എന്നാണ്. ഇന്ദ്രിയ വിജയം വേണം. കാണാൻ കൊള്ളാത്തതിനെ കാണണമെന്ന് കണ്ണ് വാശി പിടിക്കരുത്. കേൾക്കാൻ പറ്റാത്തതിനെ കേൾക്കണമെന്ന് ആഗ്രഹിക്കരുത്. സ്മെല്ല്, വാസന, അതിൻ്റെ പിന്നാലെ നാസാരന്തരങ്ങൾ പോകരുത്. സ്പർശന സുഖത്തിന് വേണ്ടി ശ്രമിക്കരുത്. നല്ല ആഹാരത്തിന് വേണ്ടിയിട്ട് ഭ്രമിക്കരുത്. ഇതാണ് പറഞ്ഞതിന് താല്പര്യം. അതെങ്ങനെയായിരിക്കണം? ആഹാരാദിയിൽ അല്പാൽപ്പം വ്യാപരിക്കുന്നതായാലും അറിഞ്ഞു ഉപേക്ഷിക്കണം എന്നാണ്. അതായത് ഈ ഭക്തിജ്ഞാന വൈരാഗ്യം എന്നുള്ളത് സ്വന്തം തീരുമാനം കൊണ്ടുണ്ടാവേണ്ടതാണ്. അത് ഗുരുനാഥനെ പേടിച്ചോ, അച്ഛനമ്മേനെ ഭയപ്പെട്ടോ, ഭാര്യയെ ഭയപ്പെട്ടിട്ടോ, ഭർത്താവിനെ ഭയപ്പെട്ടിട്ടോ നമ്മൾ ചെയ്യേണ്ടതല്ല. അതാണ് അറിഞ്ഞ് ഉപേക്ഷിക്കുകയാൽ മയങ്ങില്ല അതിലൽപ്പവും. അതാണ് വേദാന്താണതൊക്കെ. പിന്നെ പറയണു ദേഹാവസാനമാവോളം, ദേഹത്തിൻ്റെ അവസാനമാവോളം ഓർത്ത പോലൊന്നിരുന്നിടാം അത്തരം സിദ്ധനറിയാ ശരീരം വീണുപോകിലും. ശരീരം വീണുപോകുന്ന സമയം അറിഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞോ. അപ്പോൾ ദേഹാവസാനമാവോളം ഓർമ്മ പോലൊന്നിരുന്നിടാം അത്തരം സിദ്ധനറിയാ ശരീരം വീണുപോകിലും. ശരീരം വീണുപോകാൻ അറിയില്ല എന്നർത്ഥം. മദ്യപൻ ചുറ്റിടും വസ്ത്രം അഴിഞ്ഞാലെന്ന മാതിരി. മദ്യപൻ ചുറ്റിടും വസ്ത്രം അഴിഞ്ഞാൽ കാണുന്നവർക്ക് ലജ്ജ ഉണ്ടാവുന്നല്ലാണ്ട് അയാൾക്ക് ലജ്ജ ഉണ്ടാവുമോ? തൻ്റെ അരയിൽ നിന്ന് നിർഗമിച്ച മുണ്ടിനെ പിടിച്ച് ഡാൻസ് ചെയ്യും ആൾക്കാർ, മദ്യപാനികൾ. അതാണ് മദ്യപൻ ചുറ്റിടും വസ്ത്രം അഴിഞ്ഞാൽ എന്ന മാതിരി ആ മട്ടായിലുടൻ ദേഹം വീഴുമെന്നോർത്ത് പോകല. പ്രാരബ്ധാധീനമായി തന്നെ ദേഹാദി നിലനിന്നിടും. ചിലവർ 20 കൊല്ലം 25 കൊല്ലമൊക്കെ ശ്വാസം വെജിറ്റേറിയൻ എക്സിസ്റ്റൻസ് ആയിട്ട് കഴിയും. മരിക്കില്ല ആൾക്കാർ. കാരണം എന്താ? പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്തിട്ടുള്ളത് സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ പ്രാരബ്ധാധീനമായി തന്നെ ദേഹാദി നിലനിന്നിടും. മതിമാനതിൽ മുൻമട്ടിൽ ഒരിക്കലും മുഗ്ധനാവില്ല. മതിമാൻ, ബുദ്ധിയുള്ളവൻ അത്തരം ചേഷ്ടകളിൽ പോയി വീഴില്ല എന്നർത്ഥം. സ്വപ്നത്തിൽ കണ്ട നരിയെ പേടിച്ചിടില്ല ഉണർന്നവൻ. ഉറക്കത്തിൽ നിന്ന് ഉണർന്നവൻ സ്വപ്നത്തിൽ കണ്ട നരീനെ ഭയപ്പെടില്ല.
അവനറിയാം ഇത് സ്വപ്നത്തിൽ സംഭവിച്ചതാണ്, സാരമില്ല എന്നറിയാം. ഈ വിധം സാങ്ക്യയോഗങ്ങളുടെ തത്വം സുമംഗളം. ഇതൊക്കെ സാങ്ക്യയോഗത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാണ്ട് പോയാൽ അപരാധമാണത്. വ്യക്തമായിട്ടറിഞ്ഞാലും ഈ ഞാൻ യജ്ഞസ്വരൂപനാം. വ്യക്തമായിട്ട് ഉദ്ധവ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഞാൻ യജ്ഞസ്വരൂപനാണ്. യജ്ഞം യാഗസ്വരൂപനാണ്, പ്രേമസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്. മോക്ഷോപയോഗിയാം കർമ്മജ്ഞാനഭക്ത്യാദി സർവവും. മോക്ഷത്തിന് ഉപയോഗമായി തീരുന്ന കർമ്മജ്ഞാനഭക്തിയാദി. കർമ്മം വേണം, ജ്ഞാനം വേണം, ഭക്തിയാദി സർവവും വേണ്ടും വിധം മനക്കാമ്പിൽ വിളങ്ങിപ്പവനാണു ഞാൻ. എൻ്റെ ഭക്തന്മാർക്ക് വേണ്ട പ്രേരണ കൊടുക്കുന്നത് ഞാനാണ്. അതായത് വേണ്ടും വിധം മനക്കാമ്പിൽ വിളങ്ങിപ്പാനാണു ഞാൻ, വിളങ്ങിപ്പവനാണു ഞാൻ. അഹങ്കാരത്തിൽ നിന്നും കൊണ്ട് ഇല്ല അതോതുവാതോർക്കുകിൽ. അഹങ്കാരത്തിൽ നിന്നുകൊണ്ടിൽ അല്ല ഇതോതുവതോർക്കുവിൻ. എനിക്ക് അഹങ്കാരമില്ല. അഹങ്കാരം കൊണ്ടാണ് പറഞ്ഞതെന്ന് വിചാരിക്കും വേണ്ട. ജീവൻ്റെ മട്ടിലെൻ്റേതല്ല ഈ വിഹംഗം അവിഗ്രഹം. ജീവൻ്റെ മട്ടിൽ എൻ്റേതല്ല ഈ വിഹംഗം അവിഗ്രഹം. മനസ്സിലായോ? അപ്പോൾ സച്ചിദാനന്ദഘനമാം എന്നിൽ മിന്നുവതെപ്പോഴും. ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, വിഗ്രഹമല്ല എന്നാണ് പറഞ്ഞത്. സ്വഭക്താസക്തി മുമ്പായൊരപ്രാകൃത ഗുണങ്ങളാം. സ്വഭക്ത ആസക്തി മുമ്പായൊരു പ്രാകൃത ഗുണങ്ങളാം. ഈ വണ്ണം സുമധുരമായ ഹംസഗീതം. അപ്പോൾ ഈ 64 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഹംസഗീതം. ഉദ്ധവഗീതയുണ്ട്, ഹംസഗീതം, ഹംസത്തിൻ്റെ ഗീതം. ഈ വണ്ണം സുമധുരമായ ഹംസഗീതം സേവിച്ചങ്ങനെ സനകാദിർ 4 പേരും ഭാവാവിഷ്ടതയിൽ വിളങ്ങി നിൽക്കവേ. ഭാവാവിഷ്ടത, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ വിളങ്ങി നിൽക്കവേ താനാവാസം ആവാസം നിജമതണഞ്ഞു ഞാൻ മറഞ്ഞേൻ. ആ വാസം നിജമതണഞ്ഞു ഞാൻ മറഞ്ഞേൻ. പറയേണ്ടത് പറഞ്ഞു, ഞാൻ അവിടുന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. അതുവിധം അരവിന്ദലോചനൻ, അങ്ങനെ താമരക്കണ്ണൻ. അതുവിധം അരവിന്ദലോചനൻ മധുരമലിഞ്ഞരുൾ ചെയ്ത് കേൾക്കവേ. മധുരമായിട്ട് പറഞ്ഞത് കേൾക്കവേ പുത്രതരമുണർവേന്തി യുദ്ധവൻ. പുതുതരം ഉണർവേന്തി ഉദ്ധവന് പെട്ടെന്ന് ഒരു ജോഷ് വന്നു. എനിക്കൊരു ഭയമില്ല, അങ്ങ് പറഞ്ഞു കൊടുത്താൽ ഞാൻ നടന്നോളാം. പുതുതരമുണർവേന്തി ഉദ്ധവൻ, പുതിയ ഒരു അനുഭൂതി ഉണ്ടായ പോലെ. പുതുതരം ഉണർവേന്തി ഉദ്ധവൻ തൊഴുകരമാർന്ന് ഇതു മട്ടുണർത്തിനാൻ. ഇങ്ങനെ പറഞ്ഞു. എന്താണ് അത്? അടുത്ത സർഗത്തിലാണ് വരിക. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ത്രയസ്ത്രിം സസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 34-ാം സർഗം ഭക്തിമഹത്വം. ഭക്തിമഹത്വം ആണ് 4-മത്തത്. ശ്രേയോ മാർഗങ്ങൾ പലതും ചൊൽകയാം ബ്രഹ്മവാദികൾ. ബ്രഹ്മത്തിനെ സംബന്ധിച്ച് വാദപ്രതിവാദം നടത്തുന്നവരെ ശ്രേയോ മാർഗങ്ങൾ പലതും ഇങ്ങനെ പറഞ്ഞു. അവയെല്ലാം ഒരേപോലെ മുഖ്യമോ കമലേക്ഷണ. താമരക്കണ്ണ, അതെല്ലാം ഒരുപോലെ മഹത്വമുള്ളതാണോ എന്നാണ് ഉദ്ധവർ ചോദിക്കുന്നത്. അതല്ല, അവയിൽ അത്യന്തമുഖ്യമായൊന്നു മാത്രമോ? എല്ലാം മുഖ്യമാണോ? അതിലേതെങ്കിലും ഒന്ന് മുഖ്യമാണോ? അവിടുന്ന് ഓതി നിഷ്കാമഭക്തിയാണെങ്കിലോത്തമം. എല്ലാറ്റിലും വെച്ച് ഉത്തമമായിട്ടുള്ളത് നിഷ്കാമകർമ്മമാണെന്ന് അങ്ങ് പറയണ്ടായി. അതെല്ലാ സംഘവും നീക്കി ഉള്ളം നിന്നിലണയ്ക്കയാൽ മനസ്സ് അങ്ങയിൽ അർപ്പിതമാകുമ്പോൾ ഭക്തോത്തമൻ്റെ മൊഴി കേട്ടോതിനാൻ കരുണാനിധി. ഭഗവാൻ ഉദ്ധവരുടെ വാക്കുകൾ കേട്ടിട്ട് പറഞ്ഞു,
ഒരു നാൾ പണ്ട് കൊണ്ടാടാനാരുമില്ലായക കാരണം. പണ്ടൊരു കാലത്ത് കാര്യങ്ങളൊന്നും കൊണ്ടു നടക്കാൻ കഴിവില്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് വേദങ്ങളൊക്കെയും തന്നെ നഷ്ടമായി തീർന്നു മന്നിതിൽ. ഭൂമിയിൽ വേദങ്ങൾ അപ്രത്യക്ഷമായി. അപ്പോൾ കൽപ്പാരംഭത്തിൽ അവ ഞാൻ വീണ്ടും വേണ്ടതുമാതിരി ബ്രഹ്മാവിനേകിനാൻ ആദ്യം അതിങ്കൽ ഉടനീളവും. അപ്പം ഞാൻ എന്ത് ചെയ്തു? മൺമറഞ്ഞു പോയ വേദങ്ങളെ പുനരുദ്ധിച്ചിട്ട് ഞാൻ അത് ബ്രഹ്മാവിന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, കൽപ്പാരംഭത്തിൽ അവ ഞാൻ വീണ്ടും വേണ്ടതുമാതിരി ബ്രഹ്മാവിനേകിനേൻ ആദ്യം അതിങ്കലുടനീളവും ഭക്തിപ്രധാനമാം ധർമ്മം തന്നെയാം വിസ്തരിപ്പതും. ഭക്തിപ്രധാനമായിട്ടുള്ള ധർമ്മത്തിനെ തന്നെയാണ് അതിൽ വിസ്തരിച്ചിട്ടുള്ളത്. അതേകിനാൻ മൂത്ത മകൻ മനുവിന് അംബുജോത്ഭവൻ. അംബുജത്തിൽ ഉത്ഭവിച്ച ബ്രഹ്മാവ് അത് തൻ്റെ മകന് കൊടുത്തു. അപ്പോൾ അതേകിനാൻ മൂത്ത മകൻ മനുവിന് അംബുജോത്ഭവൻ. കൈ കൊണ്ടു ഭൃഗുമുമ്പായ സപ്തർഷികളും ആവിധം. സപ്തർഷികൾ അതിനെ ഉൾക്കൊണ്ടു. കൈ കൊണ്ടു ഭൃഗുമുമ്പായ സപ്തർഷികളുമാവിധം അവർ തൻ മക്കളാം ദേവാസുര വിദ്യാധരാദികൾ. ദേവന്മാരും അസുരാദികളും അങ്ങനെ അവരുടെ മക്കളായി തീർന്നു. മനുഷ്യ സിദ്ധഗന്ധർവർ അവരോ മിക്ക പേറുകളും രജസ്തമ പ്രകൃതികളാകയാൽ പലമാതിരി വരാൻ കാരണം എന്താ? മനുഷ്യ സിദ്ധ ഗന്ധർവർ അവർ മിക്ക പേറുകളും ബഹുഭൂരിപക്ഷ ആൾക്കാരും രജസ്തമ പ്രകൃതികളാകയാൽ, രജോ ഗുണവും തമോ ഗുണമാവകയാൽ പലമാതിരി ആഗ്രഹങ്ങൾ നിറഞ്ഞുള്ളതിൽ തോന്നും പോലുരചയികയാം. അവരവരുടെ ആഗ്രഹങ്ങളെ അഭിലഷണീയമായ രീതിയിൽ, തനിക്ക് വരുതിയിൽ വരുന്ന രീതിയിൽ അവരെ സംസാരിക്കാൻ തുടങ്ങി. ആഗ്രഹങ്ങൾ നിറഞ്ഞുള്ളിൽ തോന്നും പോലുരചയികയാം. ആഗ്രഹങ്ങൾ എങ്ങനെയുണ്ട്, അതിൻ്റെ പൂർത്തീകരണത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ പറയാൻ തുടങ്ങി. അതാണു കാരണം നാനാ മതങ്ങളുളവാകുവാൻ. പലതരത്തിലുള്ള മതങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താ? സനാതനധർമ്മത്തിൽ നിന്ന് ക്രൈസ്തവരെങ്ങനെ ഉണ്ടായി? ഇസ്ലാമിസ്റ്റുകൾ എങ്ങനെ ഉണ്ടായി? കാരണം ഗുണകരമായ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ ഉണ്ടാവും മനുഷ്യർക്ക്. അപ്പോൾ പുതിയൊരു ചട്ടക്കൂട് വേണമെന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അത് അബദ്ധത്തിൽ പോയി കലാശിക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു, ആഗ്രഹങ്ങൾ നിറഞ്ഞുള്ളിൽ തോന്നുമ്പോലൊരചയികയാം. അതാണു കാരണം നാനാ മതങ്ങൾ ഉളവാകുവാൻ എന്ന് പറഞ്ഞു. 100,000 വാസനയാൽ, 1000 വാസനയാൽ, 100,000 വാസനയാൽ ബുദ്ധി ഭേദിപ്പൂ മർത്യനിൽ പാരമ്പര്യോപദേശം കൊണ്ട് അല്പാൽപ്പം ചിലയിടങ്ങളിൽ അല്പാൽപ്പം ചില വ്യത്യാസം കാണും. അതിന് കാരണം എന്താ? പരിപാവനമായി തന്നെ കാണെങ്കിലും യതുപുങ്കവ, വളരെ വേണ്ടപ്പെട്ടതായിട്ട് തോന്നുകയാണെങ്കിലും ദുർവ്യാഖ്യാനങ്ങളൊട്ടേറെ വളർന്നിടുക കാരണം. എല്ലാം ദേവന്മാരെ ഋഷികളെ അല്ല വിസ്തരിക്കുന്നത്. വാളെടുത്തവൻ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ മാതിരി ദുർവാഖ്യാനങ്ങളൊട്ടേറെ വളർന്നിടുക കാരണം. വിശുദ്ധ വേദ താൽപര്യം പോലും മാലിന്യമേൽക്കയാം. വിശുദ്ധ വേദ താൽപര്യം പോലും മാലിന്യമേൽക്കയാം. കർമ്മത്തിന് അനുയോജിച്ച രുചിഭേദങ്ങൾ കാരണം. കർമ്മത്തിന് അനുയോജിച്ച രൂപഭേദങ്ങൾ കാരണം. ശ്രേയസന്നത സൽകീർത്തി അലാഭമാം ധനപുഷ്ടിയാം ഉണ്ടുറങ്ങി വിനോദിച്ചും കൊണ്ടുമിണ്ടാതെ വാഴുകയാം. ഉണ്ണുക, ഉറങ്ങുക, മൈഥുനം ചെയ്യുക. ഉണ്ണുക, ഉറങ്ങുക, മൈഥുനം ചെയ്യുക. വേറൊന്നും ചിന്തയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ശ്രേയസ്സെന്നതു സൽകീർത്തി ലാഭമാം ധനപുഷ്ടിയാം ഉണ്ടുറങ്ങി വിനോദിച്ചും കൊണ്ടുമില്ലാതെ വാഴുകയാം.
ആയുസ് ആരോഗ്യ സൗന്ദര്യ സന്താനാദി സമൃദ്ധിയാം. ശ്രദ്ധിക്കണം. ആയുസ് ആരോഗ്യം സൗന്ദര്യ സന്താനാദി സമൃദ്ധിയാം തപസ്സാം ദാനമാനം സ്ഥാനമാനമാം ലോകസേവയാം. ആയുസ് ആരോഗ്യം ആരോഗ്യം അസൗന്ദര്യം സന്താനാദി സമൃദ്ധിയാം തപസ്സാം ദാനമാം തപസ്സാം ദാനമാം സ്ഥാനം മാനമാം ലോകസേവനം. ദരിദ്രപൂജയാം കൃഷ്യാദികൾ നാട്ടിൽ വളർത്തലാം. ദരിദ്രപൂജയാം കൃഷ്യാദികൾ നാട്ടിൽ വളർത്തലാം. സ്വർഗമാം പലതും ചൊല്ലും മായാ മോഹഹിതർ ഈ വിധം. സ്വർഗമാം പലതും ചൊല്ലാം എന്നാണ്. ദരിദ്രപൂജയാം കൃഷ്യാദികൾ നാട്ടിൽ വളർത്തലാം. സ്വർഗമാം പലതും ചൊല്ലും മായാമോഹിതമേ വിധം. ഇവയെല്ലാം വെറും കർമ്മം കൊണ്ടു നിർമ്മിപ്പതാകയാൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണത്? ഇവയെല്ലാം വെറും കർമ്മം കൊണ്ടു നിർമ്മിപ്പതാകയാൽ നശിപ്പതും സുഖം പൂശി ഉള്ളിൽ ദുഃഖം നിറഞ്ഞതും. നശിക്കുന്നുള്ളത് ഉറപ്പാണ്. മാത്രം എന്നോർത്തറിഞ്ഞ് ആത്മതത്വാന്വേഷണശീലനായി. എന്താ നമ്മൾ ശീലിക്കേണ്ടത്? ആത്മതത്വ അന്വേഷണശീലനായി ഭൗതികാശകളെല്ലാം വിട്ട്. ഇത് എൻ്റെ അഭിപ്രായമല്ല, ഭാഗവതം പറയണത് ഞാൻ പറയണമെന്ന് മാത്രം. എനിക്ക് സത്യം മനസ്സിലായി, അപ്പം ഞാൻ കുറച്ച് ശൗര്യത്തിൽ പറയണമെന്ന് മാത്രം. ഭൗതികാശകളെല്ലാം വെട്ടെന്നിൽ ആനന്ദ സിന്ധുവിൻ. ഭഗവാന്റെ എന്തുണ്ട്? ആനന്ദ സിന്ധു, ആനന്ദമാകുന്ന സമുദ്രം ഭഗവാന്റെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാക്കക്കുളി കുളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മാത്രമെന്നോർത്തറിഞ്ഞാത്മതത്വാന്വേഷണശീലനായി ഭൗതികാശകളെല്ലാം വിട്ട് എന്നിൽ ആനന്ദ സിന്ധുവിൽ. അൾട്ടിമേറ്റ് എന്നാണ് പറഞ്ഞതേ. മുഴുകുന്നോനെഴും സൗഖ്യം പ്രാകൃതൻ കാണിക്കുമോ. അതായത് അന്തര്യാമിയുടെ ചേഷ്ടകളെ അറിഞ്ഞവൻ അന്തര്യാമിയിൽ ആസക്തനാവും, അവൻ വിജയിക്കും. അപ്പോൾ ലൗകികത്തിൽ മാത്രം തൃഷ്ണയുള്ളവന് ഇത് മനസ്സിലാവില്ല. അങ്ങനെയാണ്. അപ്പോൾ ഉള്ളിൽ ദുഃഖം നിറഞ്ഞതും മാത്രമെന്നോർത്ത് അറിഞ്ഞ് ആത്മതത്വാന്വേഷണശീലനായി ഭൗതികാശകളെല്ലാം വിട്ടെന്നിൽ ആനന്ദ സിന്ധുവിൽ മുഴുകുന്നോനെഴും സൗഖ്യം പ്രാകൃതൻ കണി കാണുമോ. കണി കാണില്ല എന്നാണ് പറഞ്ഞത്. ലൗകിക വ്യവഹാരങ്ങളെല്ലാം ഓർക്കുകയിൽ നശ്വരം. വളരെ ഉപചാരപൂർവം പറയാണ്. എന്താ? ലൗകിക വ്യവഹാരങ്ങളെല്ലാം ഓർക്കുകയിൽ നശ്വരം. താൽക്കാലികങ്ങൾ നാൾ തോറും മാറി മാറി വരുന്നതാം. താൽക്കാലികങ്ങൾ ഈ 27 നക്ഷത്രങ്ങളിൽ പലതും നല്ലതും ചീത്തയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. താൽക്കാലികങ്ങൾ നാൾ തോറും മാറി മാറി വരുന്നതാം. അത്രയും പോരാ മർത്യൻ്റെ മഹാഭ്യുദയം ഒക്കെയും കെടുപ്പാൻ മാത്രമായുള്ളവരും വിഭ്രമമാകയാൽ നേരാവാനുള്ള ചാൻസ് നശിക്കും. എന്തിലെ? കെടുപ്പാൻ മാത്രമായുള്ളവരും വിഭ്രമമാകയാൽ എനിക്കൻ പ്രാണനാഥൻ്റെ മനോഹര മൃദുസ്മിതം. എനിക്ക് എൻ്റെ പ്രാണനാഥൻ്റെ മനോഹര മൃദുസ്മിതം അകതാരിൽ തെളിഞ്ഞൊന്നു വിളങ്ങുകില്ലതേ മതി. എൻ്റെ ഹൃദയപത്മത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യം കടാതേണ്ടിരുന്നാൽ മതി. ഞാൻ വാശിയോട് കൂടി ജീവിച്ചോളാം. അകതാരിൽ തെളിഞ്ഞൊന്നു വിളങ്ങുകിലതേ മതി. ഈ വണ്ണം അന്തരാത്മാവാം എന്നിൽ തന്നെ നിരന്തരം. അന്തരാത്മാവ്, ഈ വണ്ണം അന്തരാത്മാവാം എന്നിൽ തന്നെ നിരന്തരം. വാക്കും മനസ്സും അർപ്പിച്ച് ശീലിക്കും ഭക്തവൈര്യനിൽ
വാക്കും മനസ്സും അർപ്പിച്ചു ശീലിക്കും ഭക്തവര്യനിൽ ഉദിക്കും ദിവ്യമാം സൗഖ്യം എമ്മട്ടെന്നതോതുവാൻ പണി. മരണാനന്തരം സൗഖ്യം ഉണ്ടാവൂല്ലേ എന്നുള്ളത് പറയാൻ വയ്യാന്നാ. ഉദിക്കും ദിവ്യ സൗഖ്യമാം എമ്മട്ടോതുവാൻ പണി. കണ്ടതും കേട്ടതും തെണ്ടി അലഞ്ഞിങ്ങനെ ജീവിതം പാഴാക്കിയിടും മനുഷ്യന് അതോർക്കാൻ പോലും അസാധ്യമാം. അല്ലേ? അതായത് ഇഹപര സൗഖ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഭക്തിശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടു നടത്തണം. അപ്പോൾ ജീവിതം പാഴാക്കിയിടും മനുഷ്യൻ അതോർക്കാൻ പോലും അസാധ്യമാം. ഞാനല്ലാതൊന്നിലും തന്നെ ബുദ്ധിയല്ലാതെ ഏതിലും സർവാത്മാവായൊരെന്നെ താൻ കണ്ട് സംശുദ്ധചിത്തൻ. അതെങ്ങനെയാണ്? ഞാനല്ലാതൊന്നിലും തന്നെ ബുദ്ധി ചെല്ലാതെ ഏതിലും സർവാത്മാവായൊന്ന് എന്നെ താൻ കണ്ട് സംശുദ്ധചിത്തനായി ആത്മാനുഭൂതിയിൽ തന്നെ മുഴുകും ധന്യനായവൻ. തൻ്റെ ആത്മാനുഭൂതിയിൽ മുഴുകും. അതാണ് വേണ്ടത്. എന്നിട്ടോ ചെല്ലുന്നിടങ്ങളെങ്ങെങ്ങും പരമാനന്ദപൂർണമാം. ആ വ്യക്തി സാധകൻ എവിടേക്ക് എത്തണോ അതൊക്കെ സുമംഗളമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചൊല്ലുന്നിടങ്ങളെങ്ങെങ്ങും പരമാനന്ദപൂർണമാം. മഹാകവിത്വാദികളോ വ്യാഖ്യാത ബിരുദങ്ങളോ ബ്രഹ്മാധിപത്യമോ കേളി കേട്ടതാം സ്വർഗലോകമോ അധികം ചൊൽവതില്ല അയാൾ മോക്ഷം പോലും കൊതിച്ചിടാം. അധികം ഒന്നും പറയില്ല, മോക്ഷം കൂടിയും കൊതിക്കാത്തവരെ. സമ്പൂർണനാനന്ദ കേന്ദ്രത്തിൽ എന്നിൽ മഗ്നനാകയാൽ, സമ്പൂർണനായിരിക്കുന്ന എന്നിൽ കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കുന്നവൻ ബ്രഹ്മാവും ശിവനും ലക്ഷ്മീദേവിയും ബലരാമനും ഭക്തരാവുകിലും പുത്രത്വാദി ഭാവന കാരണം പുത്രന്മാര് എന്നുള്ള ഖ്യാതിയോടുകൂടി ബ്രഹ്മാവും ശിവനും ലക്ഷ്മീദേവിയും ബലരാമനും ഭക്തരാവുകിലും പുത്രത്വാദി ഭാവന കാരണം പ്രിയനല്ല അങ്ങയെ പോൽ എനിക്ക് ഈ ഉടൽ കൂടിയും ഭക്തനും ഞാനുമായുള്ള ബന്ധം ആ മട്ടിലുള്ളതാം. നിങ്ങൾ വിചാരിക്കുന്ന കൂട്ടത്തിലല്ല എന്നാണ് പറഞ്ഞത്. പ്രിയനല്ല അങ്ങയെ പോലും എനിക്ക് ഉടൽ കൂടിയും ഭക്തനും ഞാനുമായുള്ള ബന്ധം ആ മട്ടിലുള്ളതാം. ആശയും ക്ഷോഭവും കാണില്ല സുയാദിയുമാരിലും അസൂയാദി. ആശയും ക്ഷോഭവും കാണില്ല അസൂയാദിയുമാരിലും സർവത്ര ഭഗവത് ഭാവം നിറഞ്ഞിടുക കാരണം. സർവത്ര ഭഗവത് ധാരണ വന്നു കഴിഞ്ഞാൽ അസൂയ എന്നുള്ളത് പമ്പ കിടക്കുന്ന പറഞ്ഞത്. മാനാവമാനമില്ലേതും ഒരു തരത്തിലും മാനം അവമാനം എന്നുള്ളതില്ല. മാനാവമാനമില്ല ഏതും ലാഭനഷ്ടാദി ചിന്തയും ആവിധം ശാന്തനായി തന്നെ വിലസും ഭക്തവര്യൻ നേരെ കാണുന്ന വഴി കൂടെ സഞ്ചരിച്ചോളാം. നല്ല ബുദ്ധി തരണേ, നല്ല വിദ്യ തരണം, അതിൽ ലെസ്സായിട്ടൊന്നും വേണ്ട. മാനാവമാനമില്ലേതും ലാഭനഷ്ടാദി ചിന്തയും ആവിധം ശാന്തനായി തന്നെ വിലസും ഭക്തവര്യനെ പരമപ്രേമമുൾത്തങ്ങി തിങ്ങും അവൻ്റെ പാദധൂളിയാൽ. പരമപ്രേമമുൾത്തിങ്ങും അവൻ്റെ പാദധൂളിയാൽ വിശ്വം വിശുദ്ധമാം എന്നോർത്തെന്നും പിന്തുടർന്നു ഞാൻ. അപ്പോൾ ജീവൻ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ വിശ്വം വിശുദ്ധമാം എന്നോർത്തെന്നും പിന്തുടർന്നു ഞാൻ. ഏതിലും സാത്വികം മാത്രം ഉൾക്കൊള്ളുവാനോർത്തിടും അവൻ. കാര്യങ്ങളങ്ങൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത് ഏതിലും സാത്വികം മാത്രം ഉൾക്കൊള്ളുവാനോർത്തിടുന്നവൻ അല്പകാര്യങ്ങൾ യാതൊന്നും ആഗ്രഹിക്കാതിരിപ്പവൻ. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും
വേണ്ടാന്നാ. രാഗദ്വേഷാദി ഭാവങ്ങളുൾ പൂവിൽ തീരെയറ്റവൻ. രാഗദ്വേഷാദി ഭാവങ്ങൾ മനസ്സിൽ തീരെ അറ്റവൻ. ഇനി എന്താ വേണ്ടത്? എൻ പാദഭക്തിയെ മൂലധനമായി കരുതുന്നവൻ. എൻ്റെ തിരുവാദപത്മങ്ങളിൽ ഭക്തിയുണ്ടെന്ന് കരുതുന്നവനാണ് ശ്രേഷ്ഠൻ. അന്യൻ്റെ സംഭാവനകൾ കണ്ട് അത്യന്താകാലനാകുവോൻ. അന്യൻ്റെ സംഭാവന കണ്ട് അകാലനാകുവൻ. അകാലൻ, കാലം ഇല്ലാത്തവൻ. ഭക്തിമാധുര്യമെങ്ങെങ്ങും വർഷിച്ചു വിലസുന്നവൻ. ഭക്തിമാധുര്യം എങ്ങെങ്ങും വർഷിച്ചു വിലസുന്നവൻ. വല്ലോർ വന്നിക്കലും, ആരെങ്കിലും കൈയെടുത്ത് തൊഴുതാലും ഉൾക്കാമ്പിൽ നാണിച്ചു തലതാഴ്ത്തുവോൻ. ഞാൻ അതിനൊന്നും ഭാഗവാക്കല്ല. അതൊക്കെ ലെറ്റ് ഇറ്റ് ഗോസ് ടു ദി ആൾമൈറ്റി. നന്ദി പ്രകടനം, സ്നേഹപ്രകടനം, അതൊക്കെ ഭഗവാനുള്ളത്. വി ആർ ഫ്രണ്ട്സ് എന്ന് ഞാൻ പറയും ഫേസ്ബുക്കിൽ എന്നെ സാറേ എന്നൊക്കെ വിളിക്കുമ്പോൾ. അപ്പോൾ വല്ലോർ വന്നിക്കലും മുൾക്കാമ്പിൽ നാണിച്ചു തലതാഴ്ത്തുവോൻ. തന്നെ കൊണ്ടാടുവാനോർത്ത് കണ്ടാൽ പോലും മുളിപ്പവൻ. തന്നെ കൊണ്ടാടുവാനോർത്ത്, മറ്റുള്ളവർ നമ്മളെ ഒന്ന് ഡാൻസ് ചെയ്യിപ്പിച്ചില്ലാന്ന് വിചാരിച്ചാൽ മുന്നിലേക്ക് വരാണ്ട് പിന്നിൽ ഒതുങ്ങി നിൽക്കുക. അങ്ങനെയാണ്. തന്നെ കൊണ്ടാടുവോനോർത്തു കണ്ടാൽ പോലും ഒളിപ്പവൻ. നിന്ദിക്കുന്നവനിൽ പോലും മിത്രഭാവം പുലർത്തുവോൻ. തന്നെ നിന്ദിക്കുന്നവരിൽ കൂടി മിത്രഭാവം കാണുന്നവനാണ് കേമൻ. തന്നെ അപ്പോൾ നിന്ദിക്കുവനിൽ പോലും മിത്രഭാവം പുലർത്തുവോൻ. മഹത്വം ഏതും മന്നൻ്റെ മുമ്പിൽ കാട്ടാതിരിപ്പവൻ. സാധാരണക്കാരൻ്റെ മുമ്പിൽ മഹത്വം കാട്ടരുത്, പരിഭ്രമിപ്പിക്കരുത്. പാവ. മഹത്വം ഏതും മന്നൻ്റെ മുമ്പിൽ കാട്ടാതിരിപ്പവൻ. മോക്ഷപര്യന്തം ആ സർവകാമവും കൈവടിഞ്ഞവൻ. മോക്ഷപര്യന്തമാം സർവകാമവും, മുമുക്ഷത്വം കിട്ടിയാൽ പിന്നെ ഒന്നും ബാക്കി വയ്ക്കാൻ പാടില്ല. മോക്ഷപര്യന്തം ആ സർവകാമവും കൈവെടിഞ്ഞ് ആഗ്രഹങ്ങളെ കൈവിടയണം. മിക്ക പേരും വെറും ബാഹ്യവിലാസത്തിൽ മയങ്ങവേ. 99 ആൾക്കാരും ബാഹ്യവിലാസത്തിൽ മയങ്ങവേ. ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ അതൊക്കെ. ഏകാന്തത്തിലിരുന്ന് ആത്മധ്യാനത്തിൽ മുഴുകിയിടുവോൻ. ആരും കാണാതെ കണ്ട് ഒറ്റയ്ക്കിരുന്ന് ആത്മലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ്. സംഘം ചേരരുത് എന്നാണ്. അപ്പം എന്നോട് ചോദിക്കേണ്ട ആശ്രമമുണ്ടോ, പുസ്തകം എഴുതുന്നുണ്ടോ? ഒന്നുമില്ല. വ്യാസർ എഴുതി തന്നെ ഞാൻ പഠിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് വേണ്ടേ. അപ്പോൾ ഏകാന്തത്തിലിരുന്ന് ആത്മധ്യാനത്തിൽ മുഴുകിയിടുവോൻ. ആ മട്ടെഴും മഹാത്മാവായി വിളങ്ങും ഭക്തപുങ്കവൻ. ആ മട്ട എഴും മഹാത്മാവായി വിളങ്ങും ഭക്തപുങ്കവൻ. ആസ്വദിപ്പൊര നിർവാച്യ സുഖം ബ്രഹ്മാതി ദുർലഭം. ബ്രഹ്മാദികൾക്ക് കൂടി ദുർലഭമായിട്ടുള്ള നിർവാച്യം, വചിക്കപ്പെടാൻ പറ്റാത്തത്, വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത, ആസ്വദിപ്പോരാ നിർവാച്യ സുഖം ബ്രഹ്മാതി ദുർലഭം. അതാണ് ഉത്തമ ഭക്തൻ്റെ നിലയത്ഭുതമില്ലതിൽ. അതാണ് ഉത്തമ ഭക്തൻ്റെ അവസ്ഥ. അതിൽ എന്തില്ല? അതാണ് ഉത്തമ ഭക്തൻ്റെ നില. അത്ഭുതമില്ല അതിൽ. വെറും പ്രാകൃതനാം ഭക്തൻ പോലും ഓർത്താൽ കൃതാർത്ഥനാം. സില്ലി തിങ്ങാണത്. വെറും പ്രാകൃതനാം ഭക്തൻ പോലും ഓർത്താൽ കൃതാർത്ഥനാം. ജ്ഞാനിക്കു വീഴ്ച വന്നേക്കാം, ഭക്തൻ വീഴില്ല അതിൽ തീർച്ചയാം. ജ്ഞാനി ചിലപ്പോൾ അടിതെറ്റ് വീണുവെന്ന് വരും, പക്ഷേ ഭക്തൻ വീഴില്ല തീർച്ചയാം. ഭക്തി മുന്നിട്ട് നിൽക്കുന്നവന് വീഴ്ചയില്ല. ജ്ഞാനി ചിലപ്പോൾ അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് പറഞ്ഞ പോലെ. ചുരുക്കത്തിൽ
ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.